ഒന്നാം വർഷ ഗണിതത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് എന്ന് പറയുന്ന ഡെഫനിഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഡെഫനിഷൻ എന്ന് പറയുന്ന ആശയം ഉപയോഗിച്ചുകൊണ്ട് 4 റിമാർക്കുകൾ നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ റിമാർക്ക് എന്ന് പറയുന്നത് 2 ഓർഡേർഡ് പെയർ ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയറുകളുടെ കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെൻറ്റ് ഈക്വൽ ആവുക, അതുപോലെ സെക്കൻഡ് എലമെൻറ്റ് ഈക്വൽ ആവുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും തന്നു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് 2 രീതിയിലാണ് വരിക. എ ക്രോസ് ബി എന്ന് പറഞ്ഞും ബി ക്രോസ് എ എന്ന് പറഞ്ഞും. രണ്ടും എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ റിമാർക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് പി എലമെൻറ്റും ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് ക്യൂ എലമെൻറ്റുമാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് പി ക്യൂ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ എ ക്രോസ് എ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എഴുതിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മളെടുക്കുന്ന കളക്ഷനിൽ ഏതെങ്കിലും ഒന്ന് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ അവയുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നതും എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞ കാര്യം എന്താണ്? ഏതെങ്കിലും ഒരു സെറ്റ് നൾ സെറ്റാണ് വരുന്നതെങ്കിൽ അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നൾ സെറ്റ് തന്നെ ആയിരിക്കും. ബേസിക് ആയിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ കളക്ഷനകത്തു നിന്നും ബി എന്ന് പറഞ്ഞ കളക്ഷനകത്തേക്ക് നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ ബന്ധങ്ങളുടെയും കളക്ഷനാണ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ് വരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ് കൃത്യമായി ഒബ്സർവ് ചെയ്യുക. അത് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനാണ് ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ചോദ്യത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിനെയും സെക്കൻഡ് ചാപ്റ്ററിനെയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 3 4, സി ഈക്വൽ ടു സെറ്റ് 4 5 6. അതിൽ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ചെയ്യണം. രണ്ടാമത് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി ചെയ്യണം. മൂന്നാമത് എ ക്രോസ് ബി യൂണിയൻ സി ചെയ്യണം. നാലാമത് എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി ചെയ്യണം. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ടൊന്ന് കണ്ടെത്തി നോക്കാം. ഒന്നാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുക? 2 സെറ്റിനകത്തും കോമൺ ആയി വരുന്ന എലമെൻറ്റ് മാത്രം ലിസ്റ്റ് ചെയ്യുക. ബിയും സിയും ഒന്ന് ഒബ്സർവ് ചെയ്യൂ. ഏതൊക്കെയാണ് കോമൺ എലമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഇവിടെ 4 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്, ഇവിടെയും 4 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്. ആ ഒരു എലമെൻറ്റ് മാത്രമാണ് അവിടെ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് 4. എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് സെറ്റ് 4 വിച്ച് ഇസ് ഈക്വൽ ടു. എങ്ങനെയാണ് ക്രോസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ എടുക്കുക? ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ ബന്ധങ്ങളുടെയും കളക്ഷൻ. അതായത് ഏതൊക്കെ ഓർഡേർഡ് പെയർസുകൾ ഇതിൽ എഴുതാം? 1 4 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എഴുതാം, 2 4 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എഴുതാം, 3 4 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എഴുതാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? എ ക്രോസ് ബി എന്ന് പറഞ്ഞ കാര്യം കണ്ടെത്തണം. എ ക്രോസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റ് 3 4. എ ക്രോസ് ബി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ ഓർഡേർഡ് പെയറുകൾ എഴുതാം? 1 3 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എഴുതാം, 1 4 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എഴുതാം, 2 3 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എഴുതാം, 2 4 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എഴുതാം, 3 3 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എഴുതാം, 3 4 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എഴുതാം. തൊട്ട് താഴെ എ
ക്രോസ് സി എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുക. എ ക്രോസ് സി, എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ക്രോസ് സി എന്ന് പറയുന്ന സെറ്റ് 4 5 6. എ ക്രോസ് സി എഴുതുമ്പോൾ ഏതൊക്കെ ഓർഡേഡ് പെയർ വരും? 1 4 വരും, 1 5 വരും, 1 6 വരും, 2 4 വരും, 2 5 വരും, 2 6 വരും, 3 4 വരും, 3 5 വരും, 3 6 വരും. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. അതായത് രണ്ട് കളക്ഷനകത്തുമുള്ള എലമെന്റുകൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ രണ്ടും ഓർഡേഡ് പെയേഴ്സുകളായിരിക്കും. ഈ കാണുന്ന ഓർഡേഡ് പെയേഴ്സിൽ ഒരേപോലെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ കോമൺ ആയി നിലനിൽക്കുന്ന ഓർഡേഡ് പെയർ മാത്രം എന്ത് ചെയ്യുക? ഇവിടെ ലിസ്റ്റ് ചെയ്യുക. കാരണം ഇന്റർസെക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ രണ്ടും ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഇവിടെ ഇങ്ങനെ 1 4 ഉണ്ട്, ഇവിടെയും 1 4 ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡേഡ് പെയർ അവിടെ എന്താണ്? കോമൺ ആണ്. അതുപോലെ തന്നെ ഇവിടെ 2 4 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഉണ്ട്, ഇവിടെയും 2 4 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഉണ്ട്. അതുപോലെ ഇവിടെ 3 4 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഉണ്ട്, ഇവിടെയും 3 4 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഉണ്ട്. അപ്പോൾ ഇത്രയും ഓർഡേഡ് പെയേഴ്സ് ആണ് അതിൽ എന്തായിട്ട് നിലനിൽക്കുന്നത്? കോമൺ ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 1 4 2 4 3 4. ഈ രണ്ട് ആൻസറുകളും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. രണ്ട് ആൻസറുകളും സെയിം അല്ലേ? ഇവിടെ ഓർഡേഡ് പെയർ 1 4 2 4 3 4. ഇവിടെയും എന്ത് തന്നെയാണ്? ഓർഡേഡ് പെയർ 1 4 2 4 3 4. അതായത് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്ന ആശയം ചെയ്താലും എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാലും ഒരേ ആൻസറാണ് കിട്ടുക. അത് ശരിക്കൊരു ജനറൽ ഒരു ഐഡിയ തന്നെയാണ്. എന്താണ് ജനറൽ ഐഡിയ? എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. മൂന്നാമത് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? എ ക്രോസ് ബി യൂണിയൻ സി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ ബി യൂണിയൻ സി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. ആദ്യം ബി യൂണിയൻ സി എന്ന് കണ്ടുപിടിക്കുകയാണ്. ബി യൂണിയൻ സി ഈക്വൽ ടു, യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലെയും സിയിലെയും എലമെന്റുകൾ ലിസ്റ്റ് ചെയ്ത് എഴുതുക, ആവർത്തിച്ച് വരുന്നത് ഒരു തവണ മാത്രം എഴുതുക. അപ്പോൾ ഇവിടെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. സെറ്റ് 3 4 5 6. എ ക്രോസ് ബി യൂണിയൻ സി ഈക്വൽ ടു, എ എന്ന് പറയുന്നത് 1 2 3 ക്രോസ് ബി യൂണിയൻ സി എന്ന് പറയുന്നത് 3 4 5 6 വിച്ച് ഇസ് ഈക്വൽ ടു, ഏതൊക്കെ ഓർഡേഡ് പെയറുകളാണ് ഇതിനകത്ത് വരുന്നത്? 1 3 എന്ന് പറഞ്ഞ പെയർ വരും, 1 4 വരും, 1 5 വരും, 1 6 വരും, 2 3 വരും, 2 4 വരും, 2 5 വരും, 2 6 വരും. അതുപോലെ 3 3 വരും, 3 4 വരും, 3 5 വരും, 3 6 വരും. നാലാമത്തെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. ഇതിലെ എ ക്രോസ് ബി എന്ന് പറയുന്നത് ശരിക്കും ഇതിന് മുൻപത്തെ ഒരു സബ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അതുപോലെ വേണമെങ്കിൽ നമുക്ക് പകർത്തി എഴുതാം, അല്ല പുതുതായി കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ സബ് ക്വസ്റ്റ്യൻസുകൾ കണക്റ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ തൊട്ട് മുകളിൽ കണ്ടെത്തിയത് വീണ്ടും കാണാൻ വേണ്ടി നിൽക്കണ്ട, നേരിട്ടിട്ട് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ആൻസറുകൾ അവിടെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ എഴുതി വെക്കാൻ വേണ്ടി പോവുകയാണ്. ഓർഡേഡ് പെയർ 1 3 1 4 2 3 2 4 3 3 3 4. എ ക്രോസ് സി ഇത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടെത്തിയത് തന്നെയാണ്. അതിൽ വരുന്ന ഓർഡേഡ് പെയർസുകൾ ഏതൊക്കെയാണ് വരിക? 1 4 1 5 1 6 2 4 2 5 2 6 3 4 3 5 3 6. നമുക്കിനി ചെയ്യാനുള്ളത് എന്താണ്? എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. ഇപ്പൊ നമ്മൾ എഴുതിയ രണ്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റുകളുടെയും യൂണിയൻ എടുക്കണം. എല്ലാം ഓർഡേഡ് പെയേഴ്സ് ആണ് അതിനകത്തുള്ള എലമെന്റ്സുകൾ.
അതിൻ്റെ യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് സെറ്റിലെയും എലമെൻറ്റുകൾ ലിസ്റ്റ് ചെയ്ത് എഴുതുക, ആവർത്തിച്ച് വരുന്നത് ഒരു തവണ മാത്രം എഴുതുക. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ 1 3 കാണാം, ഇവിടെ 1 4 കാണാം, 1 5 കാണാം, 1 6 കാണാം. അപ്പോൾ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യം എഴുതേണ്ടത്. അങ്ങനെ ഒരു ഓർഡറിൽ ഈ കാര്യം എഴുതുമ്പോൾ എന്ത് വരും, ഓർഡേർഡ് പെയർ 1 3, ഓർഡേർഡ് പെയർ 1 4, ഓർഡേർഡ് പെയർ 1 5, ഓർഡേർഡ് പെയർ 1 6. അതുപോലെ ഓർഡേർഡ് പെയർ 2 3 ഇവിടെ കാണാം, 2 4 ഇവിടെ കാണാം, 2 5 ഇവിടെ കാണാം, 2 6 ഇവിടെ കാണാം. അപ്പോൾ ഓർഡേർഡ് പെയർ 2 3, 2 4, 2 5, 2 6. അതുപോലെ ഇവിടെ എങ്ങനെ ഓർഡേർഡ് പെയർ 3 3 കാണാം, 3 4 കാണാം, 3 5 കാണാം, 3 6 കാണാം. ഓർഡേർഡ് പെയർ 3 3, ഓർഡേർഡ് പെയർ 3 4, ഓർഡേർഡ് പെയർ 3 5, ഓർഡേർഡ് പെയർ 3 6. ഇനി തേർഡ് സബ് ക്വസ്റ്റിൻ്റെയും ഫോർത്ത് സബ് ക്വസ്റ്റിൻ്റെയും ആൻസർ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേ ആൻസർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ആശയത്തിലേക്ക് എത്താം, എ ക്രോസ് ബി യൂണിയൻ സി ഈക്വൽ ടു എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി എന്ന് പറഞ്ഞ് എഴുതാം. ഇതിങ്ങനെ പ്രത്യേകം പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് ഈ രീതിയിലുള്ള ചോദ്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്കിത് വെരിഫൈ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുക. എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ എ ക്രോസ് ബി യൂണിയൻ സി ഈക്വൽ ടു എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി എന്ന് പറഞ്ഞ രീതിയിലും ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കിവിടെ 4 സെറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. 2 സബ് ക്വസ്റ്റ്യനാണ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് തൊട്ട് മുകളിൽ നമ്മൾ ചെയ്തത്. അവിടെ ചെയ്ത ചോദ്യത്തിൻ്റെ ഒരു വെരിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യം ചോദിക്കാം എന്ന് ഞാൻ മുൻപ് പ്രതിപാദിച്ചിരുന്നു. ആ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യം ചോദിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണോ എ ക്രോസ് സി എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ആദ്യത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. നമുക്ക് വേണ്ടത് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞ കാര്യം കയറി വരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞ ആശയം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബി ഇൻ്റർസെക്ഷൻ സി. ബിയിലും സിയിലും ആയിട്ട് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. ബിയിൽ 1 മുതൽ 4 വരെയാണുള്ളത്. സി എന്ന് പറഞ്ഞാൽ 5ഉം 6ഉം ആണ്. കോമൺ ആയി ഒരു എലമെന്റ് പോലും അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും. എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ എന്ന് പറയുന്നത് സെറ്റ് 1 2 ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ നൾ സെറ്റ്. നമ്മൾ എടുക്കുന്ന കളക്ഷനിൽ ഏതെങ്കിലും ഒരു കാര്യം നൾ സെറ്റ് ആണെങ്കിൽ അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നൾ സെറ്റ് തന്നെയാണ്. അപ്പോൾ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി എന്ത് തന്നെയാണ്, നൾ സെറ്റ് തന്നെയാണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ക്രോസ് ബിയും അറിയണം, എ ക്രോസ് സിയും അറിയണം. ആദ്യം നമുക്ക് എ ക്രോസ് ബി ഒന്ന് കണ്ടുപിടിക്കാം. എ ക്രോസ് ബി ഈക്വൽ ടു എ എന്ന് പറയുന്നത് സെറ്റ് 1 2 ക്രോസ് ബി എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഏതൊക്കെ ഓർഡേർഡ് പെയേഴ്സ് വരും, 1 1 എന്ന് പറഞ്ഞ പെയർ വരും, 1 2 വരും, 1 3 വരും, 1 4 വരും, 2 1 വരും, 2 2 വരും, 2 3 വരും, 2 4 വരും. എ ക്രോസ് സി ഈക്വൽ ടു എ എന്ന് പറയുന്നത് സെറ്റ് 1 2 ക്രോസ് സി എന്ന് പറയുന്നത് സെറ്റ് 5 6. എ ക്രോസ് സി എന്ന് പറഞ്ഞ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടെത്തിയാൽ നമുക്ക് കിട്ടുന്ന ഓർഡേർഡ് പെയേഴ്സുകൾ 1 5 വരും, 1 6 വരും, അതുപോലെ 2 5 വരും, 2 6 വരും. Therefore, A cross B intersection A cross C equal to ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോൾ എ ക്രോസ് ബിയിലും എ ക്രോസ് സിയിലും കോമൺ ആയി വരുന്ന ഓർഡേർഡ് പെയർ മാത്രം ലിസ്റ്റ് ചെയ്യാം. ഇവിടെ 1 1 1 2 1 3 1 4 2 1 2 2 2 3 2 4. ഇവിടെയാണെങ്കിലോ 1 5 1 6 2 5 2 6. അതായത് കോമൺ ആയിട്ട് ഒരു ഓർഡേർഡ് പെയർ പോലും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡ് ചെയ്തു,
നമുക്ക് കിട്ടിയത് നൾ സെറ്റ് ആണ്. റൈറ്റ് സൈഡ് ചെയ്തു, അപ്പോഴും നമുക്ക് കിട്ടിയത് എന്താണ്? നൾ സെറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore A cross B intersection C equal to A cross B intersection A cross C. രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ എ ക്രോസ് സി എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ സബ് ക്വസ്റ്റിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞതാണ്. അതുകൊണ്ട് ആ എ ക്രോസ് സി എന്ന് പറഞ്ഞത് നേരിട്ട് എഴുതി വെക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ബി ക്രോസ് ഡി എന്ന് പറയുന്ന കാര്യമാണ്. ബി എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 ക്രോസ് ഡി എന്ന് പറയുന്ന സെറ്റ് 5 6 7 8. ബിയും ഡിയും തമ്മിലുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ വരുന്ന ഓർഡേർഡ് പെയേഴ്സ് 1 5 വരും, 1 6 വരും, 1 7 വരും, 1 8 വരും, 2 5 വരും, 2 6 വരും, 2 7 വരും, 2 8 വരും, 3 5 വരും, 3 6 വരും, 3 7 വരും, 3 8 വരും, 4 5 വരും, 4 6 വരും, 4 7 വരും, 4 8 വരും. എ ക്രോസ് സിയും ബി ക്രോസ് ഡിയും ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് നോക്കേണ്ടത് എന്താണ്? ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണോ എ ക്രോസ് സി എന്നാണ് നോക്കേണ്ടത്. ഒരു സെറ്റ് മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞ കാര്യമാണ് പറയേണ്ടതെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് നോക്കേണ്ടത് എന്താണ്? എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. അപ്പോൾ എ ക്രോസ് സിയിലുള്ള എല്ലാ എലമെന്റും ബി ക്രോസ് ഡിയിലുണ്ടോ നോക്കിയാൽ പോരെ. എ ക്രോസ് സിയിലുള്ളത് 1 5 1 6 2 5 2 6. ഈ പെയറുകൾ ബി ക്രോസ് ഡിയിലുണ്ടോ നോക്കുക നിങ്ങൾ. 1 5 ഉണ്ട്, 1 6 ഉണ്ട്, 2 5 ഉണ്ട്, 2 6 ഉണ്ട്. അപ്പോൾ എ ക്രോസ് സി എന്ന് പറയുന്നത് ബി ക്രോസ് ഡിയുടെ എന്ത് തന്നെയാണ്? സബ്സെറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. അടുത്ത ചോദ്യത്തിൽ എന്താണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ സെറ്റ് എ ഹാസ് 3 എലമെന്റ്സ്. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 3 എലമെന്റ് ആണുള്ളത്. ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 3 4 5. ബി എന്ന് പറയുന്ന കളക്ഷനകത്ത് 3ഉം 4ഉം 5ഉം ആണ് ഉള്ളത്. അതായത് അവിടെയും 3 എലമെന്റ് തന്നെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ then find the number of elements in A cross B. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്ന കളക്ഷനിൽ എത്ര എലമെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഗിവൺ കണ്ടീഷൻസ് നമ്മൾ പറയുമ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റുകളുടെ എണ്ണം നമ്പർ ഓഫ് എ, അതാണ് എൻ ഓഫ് എ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എൻ ഓഫ് എ എത്രയാണ്? 3 ആണ്. അതുപോലെ എൻ ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയിൽ എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ് ആണ് വരുന്നത്. എ എന്ന് പറഞ്ഞ കളക്ഷനകത്ത് പി എലമെന്റും ബി എന്ന് പറഞ്ഞ കളക്ഷനകത്ത് ക്യൂ എലമെന്റും ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ പി ക്യൂ എലമെന്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ റിമാർക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ എന്ത് പറയാം? Therefore n of A cross B equal to 3 into 3 which is equal to 9. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എ ക്രോസ് ബി എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടെത്താനുള്ളത് എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും കണ്ടുപിടിക്കണം. എ ക്രോസ് ബിയിൽ ഏതൊക്കെ എലമെന്റുകളാണുള്ളത്? എ എക്സ്, എ വൈ, ബി എക്സ്, ബി വൈ എന്നീ ഓർഡേർഡ് പെയേഴ്സുകളാണ് ഉള്ളത്. നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം സ്പെസിഫൈ ചെയ്തിരുന്നത് എന്താണ്? എയിൽ നിന്ന് ബിയിലേക്കുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന എലമെന്റുകളെല്ലാം എന്തായിരിക്കും? ഓർഡേർഡ് പെയേഴ്സുകളായിരിക്കും. അതിലെ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ കളക്ഷനിൽ നിന്നായിരിക്കും. രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കളക്ഷനിൽ നിന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റ് ഫസ്റ്റ് എലമെന്റ് മാത്രം ഒബ്സർവ് ചെയ്യുക. ഏതൊക്കെയാണ് അതിലുള്ളത്? എയും ഉണ്ട്, ബിയും ഉണ്ട്. ഇവിടെ 2 എകളൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷേ സെറ്റിനകത്ത് റിപ്പീറ്റേഷൻ പാടില്ല. അത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ബി എന്ന് പറയുന്ന സെറ്റോ സെക്കൻഡ് എലമെന്റിലൂടെ മാത്രം ഒബ്സർവ് ചെയ്യുക. എക്സ് വൈ, എക്സ് വൈ. അപ്പൊ 2 എലമെന്റേ ഉള്ളൂ. ഏതൊക്കെയാണ് വരുന്നത്? എക്സും വൈയും. ഇപ്പോൾ നമ്മൾ ചെയ്ത ചോദ്യത്തിന്റെ അതേപോലെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുവാനുള്ളത്. എ ക്രോസ് ബി എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എയും ബിയും എഴുതണം. അപ്പോൾ എ എന്ന് പറയുന്ന കളക്ഷൻ ഏതൊക്കെയാണ് വരിക? ഫസ്റ്റ് എലമെന്റിലൂടെ മാത്രം ഒന്ന് കണ്ണോടിക്കുക. എത്ര വരിക? പിയും വരുന്നുണ്ട്, എമ്മും വരുന്നുണ്ട്. അപ്പൊ 2 എലമെന്റ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുക. പി എന്ന് പറഞ്ഞ എലമെന്റും എം എന്ന് പറഞ്ഞ എലമെന്റും. ബി ഈക്വൽ ടു സെക്കൻഡ് എലമെന്റുകൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പൊ ക്യു ആർ കാണാം, വീണ്ടും ക്യു ആർ തന്നെയാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും? സെറ്റ് ക്യു ആർ.
അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന സെറ്റ് 1 2 ആണ്, ബി എന്ന് പറയുന്ന സെറ്റ് 3 4 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം റൈറ്റ് എ ക്രോസ് ബി. എ ക്രോസ് ബി എന്താണ്? ഹൗ മെനി സബ്സെറ്റ്സ് വിൽ എ ക്രോസ് ബി ഹാവ്? ഈ ഒരു ക്വസ്റ്റൻ ആണ് നമുക്കിതിൽ പ്രത്യേകം പറയാനുള്ളത്. ആദ്യത്തെ ചോദ്യം ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. എ ക്രോസ് ബി ഈക്വൽ ടു എയിൽ നിന്ന് ബിയിലേക്കുള്ള എല്ലാ ബന്ധങ്ങളും ആണ് എഴുതേണ്ടത്. അപ്പോൾ ഏതൊക്കെ ഓർഡേഡ് പെയറുകളാണ് വരിക? ഓർഡേഡ് പെയർ 1 3 1 4 കോമ ഓർഡേഡ് പെയർ 2 3 2 4. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നതിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞ കാര്യം എത്രയുണ്ട് എന്നുള്ള കാര്യം ആദ്യം ചിന്തിക്കുക. എ ക്രോസ് ബിയിലെ എലമെന്റിന്റെ എണ്ണം എന്ന് പറഞ്ഞ കാര്യം പറയണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എയിലെ എലമെന്റിന്റെ എണ്ണം ഇൻറ്റു ബിയിലെ എലമെന്റിന്റെ എണ്ണം. എയിൽ എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റ്, ബിയിലും 2 എലമെന്റ്. അപ്പൊ മൊത്തം 4 എലമെന്റുകളാണ് വരുന്നത്. സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു കളക്ഷനകത്ത് എം എലമെന്റ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2m ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ കളക്ഷനകത്ത്, അതായത് എ ക്രോസ് ബി എന്ന് പറയുന്ന കളക്ഷനകത്ത് 4 എലമെന്റുകളാണ് ഉണ്ടാവുക. ഈ 4 എലമെന്റുകൾ വരുന്ന കളക്ഷന് എത്ര സബ്സെറ്റ് ഉണ്ട്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ഈസ് 2 4 which is equal to 16. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ലെറ്റ് എ ആൻഡ് ബി ബി 2 സെറ്റ്സ്. എയും ബിയും 2 സെറ്റുകളാണ്. സച്ച് ദാറ്റ് n ഓഫ് എ ഈക്വൽ ടു 3. എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 3 എലമെന്റ് ആണുള്ളത്. n ഓഫ് ബി ഈക്വൽ ടു 2. ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 2 എലമെന്റ് ആണുള്ളത്. ഇഫ് ഓർഡേഡ് പെയർ x1 y2 z1 ആർ ഇൻ എ ക്രോസ് ബി. എ ക്രോസ് ബിയിൽ ഉള്ള 3 ഓർഡേഡ് പെയേഴ്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം. നമ്മൾക്ക് ഈ ചോദ്യം ചെയ്യുന്നതിന് മുൻപേ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? എ ക്രോസ് ബിയിൽ എത്ര ഓർഡേഡ് പെയേഴ്സ് ഉണ്ടെങ്കിലും അതിലെ ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷനാണ് എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഉണ്ടായിരിക്കുക. അതുപോലെ സെക്കൻഡ് എലമെന്റിന്റെ കളക്ഷനാണ് ബി എന്ന് പറയുന്ന സെറ്റായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഒരു ചോദ്യത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരൂ. എ ക്രോസ് ബിയിലുള്ള 3 ഓർഡേഡ് പെയറുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് എലമെന്റുകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം? എ എന്ന് പറയുന്ന കളക്ഷനകത്തുള്ളതായിരിക്കണം. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ആകെ 3 എലമെന്റേ ഉള്ളൂ. അതിലെ ഫസ്റ്റ് എലമെന്റുകൾ മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ സെഡ് എത്ര എലമെന്റ് വരും? 3 എലമെന്റ് വരും. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് 3 എലമെന്റ് അതിലുള്ളൂ. അത് ഏതൊക്കെയാണ്? എക്സ് വൈ സെഡ്. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് സെക്കൻഡ് എലമെന്റുകൾ മാത്രം കളക്ട് ചെയ്യുക. 1 2 1, അതായത് 1 റിപ്പീറ്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ 2 എലമെന്റ് അതിൽ വരുള്ളൂ. 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. ശരിക്കും ബി എന്ന് പറഞ്ഞ കളക്ഷനകത്ത് എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ബി എന്ന് പറയുന്നത് സെറ്റ് 1 2. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ക്രോസ് എ ഹാസ് 9 എലമെന്റ്സ്. എയിൽ നിന്ന് എയിലേക്കുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അതാണ് എ ക്രോസ് എ. എ ക്രോസ് എ എന്ന് പറയുന്നതിൽ 9 എലമെന്റ്സ് ആണ് ഉള്ളത്. എമംഗ് വിച്ച് ആർ ഫൗണ്ട് ഓർഡേഡ് പെയർ -1 0 ആൻഡ് ഓർഡേഡ് പെയർ 0 1. ഈ 9 എലമെന്റ്സിലെ 2 ഓർഡേഡ് പെയർ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓർഡേഡ് പെയർ -1 0യും അതുപോലെ തന്നെ ഓർഡേഡ് പെയർ 0 1ഉം. ഫൈൻഡ് ദ സെറ്റ് എ. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ആൻഡ് ദ റിമൈനിങ് എലമെന്റ്സ് ഓഫ് എ ക്രോസ് എ. എ ക്രോസ് എയുടെ ബാക്കിയുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. 2 ഓർഡേഡ് പെയർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എയിൽ നിന്ന് എയിലേക്കുള്ള ബന്ധങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും എവിടെ നിന്ന് തന്നെ ആയിരിക്കണം? എയിൽ നിന്ന് തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്ന 2 ഓർഡേഡ് പെയർ മാത്രം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ -1 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. ഇവിടെ 0 ഉണ്ട്, അവിടെ 1 ഉണ്ട്. ഈ 0 റിപ്പീറ്റേഷൻ ആണ് വരുന്നത്. നമ്മൾക്കാണെങ്കിൽ എ ക്രോസ് എയിൽ 9 എലമെന്റ് വരാൻ പാടും. അപ്പോൾ എയിൽ എത്ര എലമെന്റ് ഉണ്ടാവണം എന്നാണ് അതിൻ്റെ അർത്ഥം? 3 എലമെന്റ് ഉണ്ടാവണം. എങ്കിലല്ലേ 9 എലമെന്റിലേക്ക് എത്തുള്ളൂ. കാരണം 3 × 3 അപ്പോഴാണ് എന്ത് വരിക? 9 എലമെന്റ്സ് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തുക. അപ്പൊ നമുക്ക് എയിൽ എത്ര ആളെ ഉണ്ടാവാൻ പാടുള്ളൂ? 3 എലമെന്റ് മാത്രമേ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. ആ 3 എലമെന്റ് ശരിക്കും നിങ്ങൾക്ക് തന്നിട്ടുള്ള 2 ഓർഡേഡ് പെയറിൽ തന്നെ ഉണ്ട്. ഏതൊക്കെയാണ് 3 എലമെന്റ് വരിക? -1 വരും, 0 വരും, 1 വരും. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് -1 0 1. ഇനി നമുക്ക് വേണ്ടത് 2 ഓർഡേഡ് പെയർ തന്നിട്ടുണ്ട് എ ക്രോസ് എയിലെ.
റിമൈനിങ് എലമെന്റ്സ് ആണ് വേണ്ടത്. റിമൈനിങ് എലമെന്റ്സ് ആർ -1 0 തന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട കാര്യം എന്താണ്? എ ക്രോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എങ്ങനെയാണ് എഴുതുക? നമ്മൾ -1 0 1 ക്രോസ് -1 0 1. ഈ ഒരു ഐഡിയ ആണ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരേണ്ടത്. ഇനി ഇതിൽ ഏതൊക്കെ ഓർഡേഡ് പെയർസ് വരും? -1 എന്ന് പറഞ്ഞു വരും. അത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടില്ല. അപ്പൊ റിമൈനിങ് എലമെന്റ്സിൽ ഏത് വരും? ഓർഡേഡ് പെയർ -1 വരും. -1 0 ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ട്. -1 1 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ വരും. അതുപോലെ 0 -1 എന്ന് പറഞ്ഞ കാര്യം വരും. 0 0 എന്ന് പറഞ്ഞ കാര്യം വരും. 0 1 നമുക്ക് തന്നു കഴിഞ്ഞതാണ്. അടുത്തത് 1 -1 എന്ന് പറഞ്ഞ കാര്യം വരും. 1 0 എന്ന് പറഞ്ഞ കാര്യം വരും. 1 1 എന്ന് പറഞ്ഞ കാര്യം വരും. അപ്പോൾ റിമൈനിങ് എലമെന്റ്സ് എഴുതുമ്പോൾ അതിൽ ശരിക്കും എത്ര എലമെന്റ് ഉണ്ടാവണം? 7 എലമെന്റ് അതിൽ ഉണ്ടായിരിക്കണം. എത്ര എലമെന്റ് ഇവിടെ വന്നിട്ടുണ്ട്? 1 2 3 4 5 6 7 7 എലമെന്റുകൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ഈ 2 ഓർഡേഡ് പെയറുകൾ കൂടി ഇതിനോട് കൂടി അറ്റാച്ച് ചെയ്ത് ഒരു കളക്ഷൻ ആക്കി എടുത്താൽ അത് എന്തായി? എ ക്രോസ് എ ആയി. ഇവിടെ റിമൈനിങ് എലമെന്റ്സ് എന്ന് പറഞ്ഞ് എഴുതുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? കളക്ഷൻ ആയിട്ട് എന്ത് ചെയ്യാത്തത്? ഈ പറയുന്ന ആൻസർ എഴുതാത്തത്. അടുത്ത ചോദ്യം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. എ ക്രോസ് എ ആണ് നമുക്ക് ചെയ്യുവാനുള്ളത്. ഇത്തരം ചോദ്യങ്ങൾ തരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ ക്രോസ് എ എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുക. എ ക്രോസ് എ ഈക്വൽ ടു സെറ്റ് -1 1 ക്രോസ് സെറ്റ് -1 1 ഇറ്റ് ഇസ് ഈക്വൽ ടു ഏതൊക്കെ ഓർഡേഡ് പെയറുകളാണ് വരിക? -1 -1 വരും. -1 1 വരും. 1 -1 വരും. 1 1 എന്ന് പറയുന്ന കാര്യം വരും. എ ക്രോസ് എ ആണ് നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എ ക്രോസ് എ എന്ന് പറഞ്ഞ കാര്യമാണ്. റിമാർക്കിലെ ലാസ്റ്റ് റിമാർക്ക് പ്രകാരം എ ക്രോസ് എ എന്ന് പറയുന്നതിലുള്ളതെല്ലാം ഓർഡേഡ് ട്രിപ്ലറ്റുകളാണ്. അതായത് ഓപ്പൺ ബ്രാക്കറ്റിനകത്ത് 3 എലമെന്റുകളാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും എ ക്രോസ് എ എഴുതിയാൽ നമുക്ക് കിട്ടേണ്ടത് ഓർഡേഡ് ട്രിപ്ലറ്റുകളാണ് കിട്ടേണ്ടത്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എ ക്രോസ് എ എന്ന് പറയുന്ന കാര്യം മാത്രമാണ്. ഈ എ ക്രോസ് എ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഓർഡേഡ് ട്രിപ്ലറ്റുകൾ എഴുതുക എന്ന് ചോദിച്ചാൽ, ഈ എഴുതിയിരിക്കുന്ന എല്ലാ ഓർഡേഡ് പെയേഴ്സിന്റെയും ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് എന്തിനെ ഫിക്സ് ചെയ്യുക? -1 എന്ന് പറഞ്ഞ കാര്യത്തെ ഫിക്സ് ചെയ്യുക. അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ 4 ഓർഡേഡ് ട്രിപ്ലറ്റ് കിട്ടും. അതുപോലെ 1 ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഓർഡേഡ് ട്രിപ്ലറ്റുകൾ കിട്ടും. അങ്ങനെ നമുക്ക് മൊത്തം 8 ഓർഡേഡ് ട്രിപ്ലറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എ ക്രോസ് എയിൽ എത്ര ഓർഡേഡ് ട്രിപ്ലറ്റ് കിട്ടണം? എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 2 എലമെന്റേ ഉള്ളൂ. അപ്പോൾ ക്രോസ് ചെയ്യുന്ന അടുത്ത എയിലും 2 എലമെന്റേ ഉള്ളൂ. ക്രോസ് ചെയ്യുന്ന അടുത്ത എയിലും 2 എലമെന്റ് വരുന്നുള്ളൂ. അപ്പോൾ മൊത്തം എത്ര എലമെന്റ് വരും? 2 × 2 × 2 8 എലമെന്റ്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി എങ്ങനെയാണ് അത് എഴുതുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. എ ക്രോസ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് ട്രിപ്ലറ്റ് -1 -1 -1 -1 -1 -1 1 -1 1 -1 -1 1 1. ഈ 4 കാര്യങ്ങളും നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഓർഡേഡ് പെയറുകളിൽ വന്നു കഴിഞ്ഞിട്ടുള്ള അതേ എലമെന്റുകൾ അവിടെയും വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഫസ്റ്റ് പ്ലേസിൽ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? -1 ഫിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തിലും എന്താണ് ഫസ്റ്റ് എലമെന്റ്? എന്താണ്? -1 എന്ന് പറഞ്ഞ കാര്യമാണ്. ഇതേപോലെ അടുത്ത കാര്യം നിങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്ന കാര്യം ഫിക്സ് ചെയ്യുക. 1 -1 -1 1 -1 1 1 1 -1 1 1 1. അപ്പോൾ ടോട്ടൽ നമുക്ക് 8 ഓർഡർ ട്രിപ്ലറ്റുകൾ കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ എ ക്രോസ് എ എന്ന് പറഞ്ഞ കാര്യം എഴുതുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ. എന്തുകൊണ്ടാണ് ഞാൻ -1 തന്നെ ഫിക്സ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറയുന്ന കളക്ഷനകത്ത് വരുന്ന ആദ്യത്തെ എലമെന്റ് ആണ് അവിടെ ഫിക്സ് ചെയ്യുക. അതുപോലെ സെക്കൻഡ് എലമെന്റ് ആണ് സെക്കൻഡ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിൽ ഫിക്സ് ചെയ്യുന്നത്. മുന്നേ ചെയ്ത അതേപോലെയുള്ള മറ്റൊരു ചോദ്യമാണ് നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ കാണുന്നത്. നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ആ ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? പി ക്രോസ് പി എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുക. അതായത് സെറ്റ് 1 2 ക്രോസ് സെറ്റ് 1 2. ഇവയുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ഏതൊക്കെ ഓർഡേഡ് പെയറുകളാണ് വരിക? 1 1 വരും, 1 2 വരും, 2 1 വരും, 2 2 വരും. പി ക്രോസ് പി എന്ന് പറഞ്ഞ കാര്യം എഴുതുന്ന സമയത്ത് എല്ലാ
ഓർഡേർഡ് പെയേഴ്സിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് എന്ത് കണക്ട് ചെയ്യുക, നമ്മൾ 1 എന്ന് പറയുന്ന എലമെന്റ് കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഓർഡേർഡ് ട്രിപ്ലറ്റ് 1 1 1, ഓർഡേർഡ് ട്രിപ്ലറ്റ് 1 1 2, ഓർഡേർഡ് ട്രിപ്ലറ്റ് 1 2 1, ഓർഡേർഡ് ട്രിപ്ലറ്റ് 1 2 2. ഇപ്പൊ നമ്മൾ 1 ആണ് ഫിക്സ് ചെയ്തെന്ന്, അതുപോലെ അടുത്ത് എന്ത് ചെയ്യുക? 2 എന്ന് പറയുന്ന കാര്യം ഫിക്സ് ചെയ്യുക. ഓർഡേർഡ് ട്രിപ്ലറ്റ് 2 1 1, 2 1 2, 2 2 1, 2 2 2. ഈ രണ്ട് ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതും ഈ രണ്ട് ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. ആ ചോദ്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തൊട്ട് മുൻപേ നമ്മൾ ചെയ്ത അതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. പി ക്രോസ് പി എന്ന് പറയുന്നതിൽ 9 എലമെന്റ്സ് ഉണ്ട്. ആ പി ക്രോസ് പിയിലെ 9 എലമെന്റിലെ 2 ഓർഡേർഡ് പെയറുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, -a 0യും 0a. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും? അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? 2 ഓർഡേർഡ് പെയറുകൾ തന്നതിലെ 2 എലമെന്റുകളും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും പി എന്ന് പറഞ്ഞ കളക്ഷനകത്ത് തന്നെ ആയിരിക്കും. ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, -a ഉണ്ട്, 0 ഉണ്ട്, a ഉണ്ട്. 3 എലമെന്റ് ആണ് ആകെ നമുക്ക് ഇവിടെ നോക്കിയാൽ കിട്ടുന്നത്. ശരിക്കും പിയിൽ എത്ര എലമെന്റ് വരാൻ പാടും? 3 എലമെന്റേ വരാൻ പാടൂ. കാരണം എന്താണ്? പി ക്രോസ് പിയിൽ 9 എലമെന്റേ പാടുള്ളൂ. അപ്പോൾ പിയിൽ എത്ര ആളെ പാടുള്ളൂ? 3 എലമെന്റ് വരുമ്പോഴാണ് 3 × 3 9 എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ പി എന്ന് പറയുന്ന കളക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? പി ഈക്വൽ ടു സെറ്റ് -a 0 a. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന സെറ്റ് എ ബി സി ഡി, ബി എന്ന് പറയുന്നത് സെറ്റ് 3 4. ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ബി ക്രോസ് എ. ബി ക്രോസ് എ എന്ന് പറഞ്ഞ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ എലമെന്റ്സിന്റെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഗിവൺ കണ്ടീഷനിലേക്ക് ഒന്ന് പോവാം. നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് 4 എലമെന്റ് ആണുള്ളത്, അപ്പോൾ 4 വരും. നമ്പർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2 എലമെന്റ് ആണുള്ളത്, അപ്പോൾ n ഓഫ് ബി എന്ന് പറയുന്നത് 2 വരും. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ? നമ്പർ ഓഫ് ബി ക്രോസ് എ. ബി ക്രോസ് എയിലെ എലമെന്റിന്റെ എണ്ണം കാണണമെങ്കിൽ നമ്പർ ഓഫ് ബി ഇൻറ്റു നമ്പർ ഓഫ് എ. നമ്പർ ഓഫ് ബി എന്ന് പറയുന്നത് 2 ആണ്, ഇൻറ്റു നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 8 എലമെന്റ് ആണ് ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇഫ് ആർ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, ആർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്. വാട്ട് ഡു ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആർ ക്രോസ് ആർ. ആറിൽ നിന്ന് ആറിലേക്കുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആർ ക്രോസ് ആർ ആണ്. ആർ ക്രോസ് ആർ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? അതുപോലെ ആർ ക്രോസ് ആർ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ആർ ക്രോസ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡേർഡ് പെയേഴ്സുകളാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. ഈ ഓർഡേർഡ് പെയറിനകത്ത് ഉണ്ടാവുന്ന എല്ലാം എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ക്രോസ് ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ XY സച്ച് ദാറ്റ് X, Y ബിലോങ്സ് ടു R. ഈ പറയുന്ന കാര്യം ശരിക്കും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓർഡേർഡ് പെയർ XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡയമെൻഷൻ പ്ലെയിനിലുള്ള ഒരു ജനറൽ പോയിന്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ഓർഡേർഡ് പെയർ XY എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുക. എക്സിന്റെയും വൈന്റെയും സ്ഥാനത്ത് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും വരാം. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള എല്ലാ ഓർഡേർഡ് പെയേഴ്സുകളും ശരിക്കും എന്തായിരിക്കും? 2 ഡയമെൻഷൻ പ്ലെയിനിലുള്ള അതേ കാര്യം തന്നെയാണ് വരിക. അതായത് ഈ പറയുന്ന കാര്യം റെപ്രസെന്റ് ചെയ്യുന്നത് ശരിക്കും എന്തിനെയാണ്? സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ ദ 2 ഡയമെൻഷണൽ സ്പേസ്. 2 ഡയമെൻഷണൽ സ്പേസിലുള്ള പോയിന്റുകളുടെ കളക്ഷനാണ് ആർ ക്രോസ് ആർ എന്ന് പറഞ്ഞ ആശയമായിട്ട് കയറി വരുന്നത്. അതുപോലെ ആർ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് ട്രിപ്ലറ്റ് X, Y, Z such that X, Y, Z belongs to R. ഈ ഓർഡേർഡ് ട്രിപ്ലറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഡയമെൻഷണൽ സ്പേസിലേക്ക് പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. ഒരു ചാപ്റ്ററിൽ നമ്മൾ വിശദമായി അതിനെക്കുറിച്ച് പഠിക്കും. 3 ഡയമെൻഷണൽ സ്പേസിലേക്ക് പോകുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് 3 ആക്സസുകൾ ഉണ്ടായിരിക്കും. X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്. ഓരോ ആക്സിസിലേക്കും അകലങ്ങൾ ഉണ്ടായിരിക്കും. ആ അകലങ്ങൾ ആണ് X, Y, Z എന്ന് പറഞ്ഞ കാര്യമായിട്ട് നമ്മൾ പറയുന്നത്. അതായത് ആ സ്പേസിലുള്ള എല്ലാ പോയിന്റുകളും ഓർഡേർഡ് ട്രിപ്ലറ്റുകളായിരിക്കും. അപ്പോൾ 3 ഡയമെൻഷണൽ സ്പേസിലുള്ള
പോയിന്റുകളുടെ കളക്ഷനാണ് ആർ ക്രോസ് ആർ എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ വർക്ക് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്നതും അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതും ആയ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ചോദ്യങ്ങളെല്ലാം നല്ലതുപോലെ ചെയ്തു പഠിക്കുക. എല്ലാ ഡെഫിനിഷൻസുകളും ഒന്ന് അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപേ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. റിലേഷൻ എന്ന് പറയുന്ന സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.